ക്ഷീരവികസന കാര്യത്തിലെ രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ധവള വിപ്ലവം എന്നൊരു വലിയ സംഗതി നമ്മൾ കണ്ടു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്ഷീര ഉൽപാദകരാണ് ഇന്ത്യ. പക്ഷേ പലയിടത്തും കർഷകരിലേക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എത്തുന്നുണ്ടോ? അതൊരു വൻകിട ഈ ബ്രാൻഡുകൾക്ക് മാത്രമാണോ? കാര്യം നമ്മുടെ പല വിധത്തിലുള്ള സംഗതിയിൽ ക്ഷീര കർഷകരിൽ നിന്ന് ഇത് ശേഖരിച്ച് എത്തേണ്ട വേഗത്തിൽ എത്തിക്കാനും അത് സ്റ്റോർ ചെയ്യാനുള്ള കോൾഡ് ചെയിൻ ഇല്ലാത്തതും അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക്. അല്ല, അമൂൽ വന്നതോടുകൂടി നമ്മൾ ലോകത്തിലെ ഒന്നാമത്തെ ഉൽപ്പാദകരായിട്ട് മാറി. അത് കേരളത്തിലാണ് പ്രശ്നം. കേരളത്തെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരു വീട്ടിലൊരു പശു എന്നൊക്കെയുള്ള സങ്കല്പമുണ്ട്. അപ്പം അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഗിൾ പദ്ധതിയൊക്കെ അനുസരിച്ചുണ്ട്. കേരളത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ഒരു പശുവോ രണ്ട് പശുവോ ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവരും വീടുകളിൽ പ്രായമായവരാണ്. അവർക്ക് പശുവിനെ നോക്കാനുള്ള ആരോഗ്യമില്ല. അവർ പശു പാലനം നിർത്തിയിട്ടുണ്ട് മിക്കവാറും. അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പശുപാലനം നിർത്തിയതുകൊണ്ട് നമ്മുടെ ഉൽപ്പാദനം കുറയുകയാണ് കേരളത്തിൽ. പക്ഷേ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം, ഒരു കാര്യം, ഫാംസ്, ഡയറി ഫാംസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. വൻകിട ഉൽപാദനം കൂടുന്നു. അല്ല, വൻകിട നമ്മുടെ ടോട്ടൽ ഉൽപാദനം കൂടിയിട്ടില്ല. ഇല്ല, അല്ല, ഈ രീതിയിലുള്ള അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രോത്സാഹനം കൊണ്ട് അവർ വരുന്നുമുണ്ട്. എന്നിട്ടും ആ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്ന പശുക്കളുടെ യാത്രയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. കാരണം ഒരു ഗ്രാമത്തിൽ ഒരു ഫാം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 50 പശു ഉണ്ടെങ്കിൽ 500-600 വീടുകളുണ്ടായിരുന്ന പശുവിൻ്റെ സ്ഥാനത്താണ് ഈ 50 പശു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഫാമുകളുടെ എണ്ണം കൂട്ടിയിട്ട് അതിനെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന് 60% ഫണ്ടുണ്ട്, 60% കൊടുക്കും, 40% അത് സംസ്ഥാനത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സംസ്ഥാനമാണ്. അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതിനിടയിൽ ഉണ്ടായിരുന്നൊരു വിവാദം, അമൂല് കർണാടകയിൽ വന്നപ്പോൾ നന്ദിനി എതിർത്തു, നന്ദിനി കേരളത്തിൽ വന്നപ്പോൾ മിൽമ എതിർത്തു. ഇത്തരം ഒരു ഇഷ്യൂവിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഇവിടെയുള്ള ബ്രാൻഡുകൾ തന്നെയല്ലേ? അല്ല, അത് തമ്മിലുള്ള പ്രാദേശികമായ ഒരു പോസിറ്റീവായിട്ടുള്ള മത്സരങ്ങളാണ്. അത് പിന്നെ സ്വാഭാവികമാണ്. മാർക്കറ്റിംഗ്, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് എക്കണോമിയായി. ഇതിൻ്റെ അകത്തൊരു അപകടം അതൊന്നുമല്ല. ഇതിനിടയിലൂടെ കൃത്രിമ പാല്, ആരോഗ്യത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള സിന്തറ്റിക് മിൽക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ അത് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഭീഷണിയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം തകരും. നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഇപ്പോൾ ഈ പനീർ ബട്ടർ മസാല കഴിക്കുന്നതിന് രണ്ടോട്ട് ആലോചിക്കണം എന്ന് ചുരുക്കം.